വെൽക്കം ടു പഹൽഗാം. പഹൽഗാമിൻ്റെ ബ്യൂട്ടി ആക്ച്വലി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയും മനോഹരമാണ് പഹൽഗാം. പഹൽഗാമിൽ ഇപ്പോൾ ടൂറിസ്റ്റ് വളരെ കുറവാണ്. പക്ഷെ എന്നാലും അവരുടെ മെയിൻ ആക്ടിവിറ്റി ആയിട്ടുള്ള ഹോഴ്സ് റൈഡിങ് ഞങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ആക്ച്വലി നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ നടന്നിരുന്ന മിനി സ്വിറ്റ്സർലൻഡും ആ ഒരു ഏരിയയൊക്കെ ക്ലോസ് ഡൗൺ ചെയ്തേക്കായിരുന്നു. നമുക്കവർ ഹോഴ്സ് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് അതിനോട് പാരലായിട്ട് കിടക്കുന്ന വേറൊരു പ്ലേസിലാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ഉണ്ടല്ലോ, അത് എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നറിയോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാശ്മീർ ട്രിപ്പിൽ പഹൽഗാം ആഡ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആദ്യം ചെയ്തതൊരു ഹോഴ്സ് റൈഡിങ് ആണെങ്കിൽ പോലും അതിനുശേഷം എനിക്ക് ആ ഒരു പേടിയേ എനിക്ക് വന്നില്ല. കാരണം ഇവിടെയുള്ള ആൾക്കാരുടെ ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളും സംസാരവും എല്ലാം കൊണ്ടായിരിക്കാം ഈ ഒരു പ്ലേസിൻ്റെ ബ്യൂട്ടിയും എല്ലാം ഞാൻ കണ്ടപ്പോൾ ഞാൻ ആകെ ഫ്ലാറ്റായി. ഇനി ഞാൻ പേഴ്സണലി ഒരു കാര്യം പറയട്ടെ. ആ ഒരു പ്രശ്നത്തിന് ശേഷം ഇവിടെയുള്ള ആൾക്കാരൊക്കെ ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതിലുപരി ഇവിടുത്തെ ആൾക്കാർ നമ്മളോട് പറയുന്ന കാര്യം എന്താണെന്നറിയോ, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ നാട് വന്ന് കാണണം, ഈ ബ്യൂട്ടിയൊക്കെ ആസ്വദിക്കണം. ശരിക്കും എനിക്ക് നിങ്ങളോട് അത് തന്നെ പറയാനുള്ളത്. ഈ ഒരു നാട് നിങ്ങൾക്കൊരവസരം കിട്ടിയാൽ നിങ്ങൾ പോയി കാണണം. ആ ഒരു ബ്യൂട്ടി എല്ലാം നിങ്ങൾ ആസ്വദിക്കണം. അത് ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി തന്നെ കൊടുക്കുന്ന ഒരു വലിയ ഗിഫ്റ്റായിരിക്കും. പഹൽഗാമിൽ ഞങ്ങളുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചയാണിത്. ഞങ്ങൾ ഒരുപാട് സമയം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. ഒരുപാട് നല്ല ഗുഡ് മെമ്മറീസ് ഞങ്ങൾക്ക് കിട്ടി. ഇവിടുത്തെ കളിയും മേളൊക്കെ കഴിഞ്ഞപ്പോണ്ടല്ലോ, ലിയോയുടെ അവസ്ഥ ദേ ഇങ്ങനെയായിരുന്നു കേട്ടോ. ഫുള്ള് ചെളിയൊക്കെ പറ്റി. പക്ഷേ അതും ആൾ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ജമ്മു കാശ്മീർ യാത്രയുടെ നല്ല നല്ല കുറേ കാഴ്ചകൾ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ബൈ.